ഇന്ന് നമുക്ക് റഫാല്ലോ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ്, 1 കപ്പ് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ജെലാറ്റിൻ ആണിത്, 1/4 കപ്പ് ഐസ് വാട്ടറിൽ കുതിർത്ത് വെച്ചതാണ് ജെലാറ്റിൻ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. ആദ്യം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലിപ്പോൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ ഒരല്പം ഷുഗർ പൗഡറും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തു. എനിക്കിപ്പോൾ ഇവിടെ ഷുഗറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഷുഗർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ റാഫെല്ലോ കാൻഡിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടുന്നതാണ് പുഡിങ്ങിന്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ച് പുഡിംഗ് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. 10 ഗ്രാം ജെലാറ്റിനാണ് എടുത്തത്, അതായത് 2 ടേബിൾ സ്പൂണോളം വരും 10 ഗ്രാം എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കൂട്ട്. ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ടോപ്പിങ്ങിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് സ്പ്രിങ്കിൾ ചെയ്യാം. ഇപ്പം നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. റാഫെല്ലോ കാൻഡി വെച്ചിട്ടും പിന്നെ നട്ട്സ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ആൻഡ് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.